2026 BRB ഡിസൈൻ എക്സാമുകളിൽ രാജ്യത്തെ 1ാം റാങ്ക് ഉൾപ്പെടെ നിരവധി ടോപ്പേഴ്സും ബ്രില്യൻറ്റിലെ സ്റ്റുഡൻസ് ആണ്. അപ്പം ഈ ഒരു എക്സാമിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മുടെ ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സെഷനെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി തരാനായിട്ട് നമ്മുടെ സച്ചിൻ സാറ് നമ്മുടെ കൂടെയുണ്ട്. സാറ് ബ്രില്യൻറ്റിലെ ഡ്രോയിങ് ആൻഡ് ഡിസൈൻ ഫാക്കൽറ്റിയാണ്. സാർ നമസ്കാരം. നമസ്കാരം. സാറിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ഹായ്, ഞാൻ സച്ചിൻ പ്രശാന്ത്. ഞാനൊരു സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റാണ്, ക്യാരക്ടർ ഡിസൈനറാണ്. ഇനീഷ്യലി ഞാൻ ഗെയിമിംഗ് ഫീൽഡിലായിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 8 വർഷക്കാലത്തോളമായി ഞാൻ ഡിസൈൻ ആൻഡ് ആർക്ക് എൻട്രൻസ് എക്സാമിനേഷൻ ഫീൽഡിലുണ്ട്. അപ്പം നിരവധി വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ഈ BArch ആൻഡ് B ഡിസൈനിങ് എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് അറിയാൻ കൂടുതൽ ആഗ്രഹം കാണും. അപ്പം ഈ കോഴ്സിന്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് സാറ് പറയാമോ? B ഡിസൈൻ എന്നത് 4 വർഷത്തെ ഡിഗ്രി കോഴ്സുകളാണ്. അതിൽ പ്രോഡക്റ്റ് ഡിസൈൻ, കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ, ഫാഷൻ ആൻഡ് ആക്സസറി ഡിസൈൻ, UI UX, ആനിമേഷൻ, ഇത്തരത്തിലുള്ള കോഴ്സുകളാണ് നമുക്ക് ഫോക്കസ് ചെയ്യുന്നത്. IIT, NID, NIFT പോലെയുള്ള സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഈ കോഴ്സുകളെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ BArch എന്ന് പറയുന്നത് ആർക്കിടെക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. 5 ഇയർ കോഴ്സുകളാണ്. SPAs അതേപോലെ തന്നെ NITs ഒക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോളേജുകൾ. സാർ, അപ്പോൾ ഈ UCയുടെ എക്സാം വഴി IIT-കളിൽ B ഡിസൈനിങ്ങും അതുപോലെ തന്നെ NID, NIFT ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ പ്രവേശനം നേടാനും ഒക്കെ നമുക്ക് പറ്റും. അപ്പോൾ ഈ ഒരു എക്സാമിൽ, UCയുടെ എക്സാമിൽ ഡ്രോയിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പം കഴിഞ്ഞ വർഷം 2026 UCയുടെ എക്സാമിലാണെങ്കിലും ബ്രില്യൻറ്റിലെ ഒരു സ്റ്റുഡൻറ്റ് 100-ൽ 88 മാർക്ക് വാങ്ങിയിരുന്നു. അപ്പോൾ ഈ ഒരു UCയുടെ എക്സാമിൽ നമ്മുടെ ഈ ഡ്രോയിങ് പാർട്ടിനുള്ള ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചൊന്ന് പറയാമോ? അതെ, ഡിസൈൻ എൻട്രൻസ് എക്സാമുകളിൽ ഡ്രോയിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാർട്ടാണ്. അതിൽ എക്സ്പെഷ്യലി നമ്മൾ UCയുടെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ UCയിൽ പ്രധാനമായും 2 ക്വസ്റ്റ്യൻസ് ആണ് ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാവുക. മൊത്തം 300 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 3 മണിക്കൂർ എക്സാമാണ്. അതിൽ 200 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും, 2 മണിക്കൂറായിരിക്കും ഉണ്ടാവുക. 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഡ്രോയിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും, 1 മണിക്കൂറായിരിക്കും ഉണ്ടാവുക. അതിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് ഡ്രോയിങ്ങിന് വേണ്ടി നമുക്ക് ഉണ്ടാവുക. അതിൽ തന്നെ ഡ്രോയിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് വർഷക്കാലമായി നമ്മൾ കണ്ടുവരുന്നത് 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു പേഴ്സ്പെക്റ്റീവ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സീൻ ഡ്രോയിങ് ക്വസ്റ്റ്യനും അതേപോലെ തന്നെ ഒരു പ്രോബ്ലം സോൾവിങ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഡിസൈൻ ക്വസ്റ്റ്യൻസുമാണ് ഉണ്ടാവാറ്. ഇപ്പോൾ 2026 ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ വർഷം വന്നിരിക്കുന്ന ഒരു സീൻ ഡ്രോയിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സീൻ ഡ്രോയിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കുട്ടി, 8 വയസ്സോളം പ്രായമുള്ള ഒരു കുട്ടി, ആ ഒരു കുട്ടിയുടെ ഡോഗുമായി നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു പാർക്കിലൂടെയാണ് നടക്കാൻ ഇറങ്ങുന്നത്. സോ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഡോഗ് ആ ലീഷ് കയ്യിൽ പിടിച്ചിരിക്കുന്നുണ്ട്. ഡോഗ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ ഡോഗിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഡോഗ് കാണുന്നതായി ഇമാജിൻ ചെയ്തിട്ട് എന്താണോ ഡോഗ് കാണുന്നത് അതിനെ വരയ്ക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു ക്വസ്റ്റിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 വയസ്സുള്ള ഒരു കുട്ടി എന്നതിനകത്ത് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഒരു ഫ്രെയിം നമ്മൾ വരയ്ക്കുമ്പോൾ 8 വയസ്സുള്ള ഒരു കുട്ടി, 8 വയസ്സുള്ള കുട്ടിക്ക് എത്രത്തോളം ഹൈറ്റ് ഉണ്ടാവും, എത്ര ഫീറ്റ് ഹൈറ്റ് ഉണ്ടാവാം, ആ കുട്ടിയെ ഡിപ്പെൻഡ് ചെയ്യുന്നിടത്തോളം ആൾ കൊണ്ട് നടക്കുന്ന ഡോഗ് എത്രത്തോളം ഹൈറ്റ് ഉള്ളതായിരിക്കാം. ഏത് ഡോഗും ആകാം അല്ലേ? ഏത് ഡോഗ് ആയാലും അതിൻ്റെ ഒരു കോമൺ ഹൈറ്റിനെ നമ്മൾ നോക്കുന്നു. ആ ഒരു ഹൈറ്റിനെ നമ്മൾ കുട്ടിയുടെ ഹൈറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതിൻ്റെ ഒരു റിലേറ്റീവ് പ്രപ്പോർഷൻ നോക്കുന്നു. അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ അവിടെ ഐ ലെവൽ മാർക്ക് ചെയ്യാനായിട്ട്. ആ ഐ ലെവലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഓവറോൾ ആ സീൻ വരയ്ക്കുന്നു. അവിടെ ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പാർക്കാണ് ഈ സീൻ നടക്കുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത്. സോ ആ പാർക്കിൻ്റേതായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സോ നമ്മൾ ആ ക്വസ്റ്റിനെ എങ്ങനെയെങ്കിലും വരയ്ക്കുക എന്നുള്ളതല്ല, അവർ പറഞ്ഞിട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ കൃത്യമായിട്ട് ആ ക്വസ്റ്റിനെ അനലൈസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള മാർക്കിലേക്ക് കിടക്കാനായിട്ട് പറ്റുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു പ്രോബ്ലം സോൾവിങ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ, എസ്പെഷ്യലി സ്റ്റുഡൻസ് ഒക്കെ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ അവരുടെ കയ്യിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടോയ്ലറ്ററി ആക്സസറീസ് ഒക്കെ അവർക്ക് സേഫായിട്ട് നനയാതെ, അഴുക്ക് പറ്റാതെ, അല്ലാന്നുണ്ടെങ്കിൽ കളഞ്ഞു പോവാതെ സേഫായി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുക, ഒരു ഓർഗനൈസർ ഡിസൈൻ ചെയ്യുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സാർ ഇപ്പോൾ പറഞ്ഞത് UCയുടെ എക്സാമിനെ കുറിച്ചാണ്. അപ്പോൾ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് NID എക്സാമിനെ കുറിച്ചാണ്. അപ്പം എന്താണ് ഈ NID എക്സാമിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്? NID എക്സാമിൻ്റെ ഒരു പാറ്റേൺ അങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ലൈക്ക് ഇപ്പോൾ UCയുടെ പറഞ്ഞ പോലെ എനിക്ക് കൃത്യമായി പറയാൻ പറ്റും UCയിൽ എന്താണ് വരുന്നത്, എത്രത്തോളം ക്വസ്റ്റ്യൻസ് വരും, അതിൻ്റെ വെയിറ്റേജ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് പറയാൻ പറ്റും. NID അങ്ങനെ പറയാൻ പറ്റുന്ന ഒന്നല്ല. ഞാനിപ്പോൾ ഈ ഒരു 8 വർഷക്കാലത്തിനിടയിൽ പല പാറ്റേൺസും കണ്ടിട്ടുണ്ട്. പലപ്പോഴും അവരത് ചേഞ്ച് ചെയ്യാറുണ്ട്.
ചില സമയങ്ങൾ സാധാരണഗതിയിൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഡിസൈൻ ക്വസ്റ്റ്യൻസും രണ്ടും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് NID എക്സാം നടന്നിരുന്നത്. ഈ വർഷം മുതൽ അതിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഈ ഒരു വർഷത്തെ പാറ്റേൺ എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് പാർട്ടിനെ പൂർണ്ണമായും ഒഴിവാക്കി മുഴുവനായ ഡ്രോയിങ് എക്സാമുകൾ മാത്രമായിരുന്നു ഈ 3 മണിക്കൂർ എക്സാമും ഉണ്ടായിരുന്നത്. അതിനകത്തൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെയും ഡിസൈൻ്റെയും വന്നിട്ടുള്ള ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻസ് നമ്മുടെ റാങ്കിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഈ വർഷത്തിൽ ഈ ആദ്യം വരുന്ന ഫേസ് 1 എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ക്വാളിഫിക്കേഷൻ റൗണ്ട് മാത്രമാണ്. സെക്കൻഡ് വരുന്ന സ്റ്റുഡിയോ സെൻസിറ്റീവ് ടെസ്റ്റിലും അതേപോലെ തന്നെ മൂന്നാമതായി വരുന്ന ഇൻ പേഴ്സൺ സെൻസിറ്റീവ് ടെസ്റ്റ് വഴിയുമാണ് അവർ റാങ്ക് നിശ്ചയിക്കുന്നത്. NIDയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രോയിങ്ങിൻ്റെ ക്വാളിറ്റി മാത്രമല്ല, അവർ ചില ക്വസ്റ്റ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നിടത്തോളം അവരതിൻ്റെ നമ്മുടെ ഒരു ഇമാജിനേഷൻ പവർ ആയിരിക്കും അവർ നോക്കുന്നത്. ചില ക്വസ്റ്റ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നിടത്തോളം നമ്മൾ എത്രത്തോളം ക്രിയേറ്റീവായിട്ടാണ് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നതെന്നാണ് അവർ നോക്കുന്നത്. ചില ക്വസ്റ്റ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഡ്രോയിങ് സ്കില്ല് നമുക്ക് ഉള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ചില ക്വസ്റ്റ്യൻസ് ചില പ്രോബ്ലംസ് തന്നിട്ട് വളരെ ഇൻ്റലക്ച്വലായിട്ട് ആ ഒരു പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അവർ നോക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ സംടൈംസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള, അതായത് ഒരു ക്വസ്റ്റ്യൻ ഡ്രോയിങ് ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പ്രോപ്പറായി നമുക്ക് കഴിയുന്നുണ്ടോ എന്നായിരിക്കാം ചില ക്വസ്റ്റ്യൻസ് നോക്കുന്നത്. അപ്പം എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒന്നായിരിക്കില്ല. ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ഇവാലുവേഷൻ ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് പലതായിരിക്കും. സാർ ഇപ്പോൾ UCDനെ കുറിച്ചും പറഞ്ഞു, അതുപോലെ തന്നെ NID എക്സാമിനെ കുറിച്ചും പറഞ്ഞു. അപ്പം ഇതുപോലുള്ള മറ്റൊരു ഡിസൈനിങ് എൻട്രൻസ് എക്സാമാണ് നമ്മുടെ നിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ UCDനെയും അതുപോലെ തന്നെ NID എക്സാമിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ നിഫ്റ്റ് എന്ന് പറയുന്ന എക്സാം ഡിഫറെൻ്റ് ആണോ? നിഫ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സാം ഡിഫറെൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓൾമോസ്റ്റ് ഇതേ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നിഫ്റ്റിൻ്റെ എക്സാമിൽ നമുക്ക് കണ്ടേക്കാം. പക്ഷേ അതിൻ്റെ ഇവാലുവേഷൻ രീതികളിലും അത് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള സമയത്തിനും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ NIDയിൽ നമ്മളൊരു 6ഓളം ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ചില ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ A പാർട്ടും B പാർട്ടും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് 3 മണിക്കൂർ കൊണ്ട് തീർക്കുമ്പോൾ നിഫ്റ്റിൽ വരുന്നത് ടോട്ടൽ 5 hours എക്സാമാണ്. അതിനകത്ത് 3 മണിക്കൂർ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതി. സോ അത്രത്തോളം പെർഫെക്ഷനും അത്രത്തോളം ക്ലാരിറ്റിയും അവർ ആവശ്യപ്പെടുന്നുണ്ട്. വളരെ നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഡ്രോയിങ് സ്കില്ല് വളരെ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്ത് തീർക്കേണ്ട ഒരു എൻട്രൻസ് എക്സാമാണ് നിഫ്റ്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഏകദേശം 5 hours എക്സാമാണ് നമുക്ക് നിഫ്റ്റിനെ വേണ്ടി ഉണ്ടാവുക. അതിനകത്ത് ക്യാറ്റും ഗ്യാറ്റും 2 പാർട്ടുകളാണ് വരിക. അതിൽ ക്യാറ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റും അതേപോലെ തന്നെ ഗ്യാറ്റ് എന്ന് പറയുന്നത് ജനറൽ എബിലിറ്റി ടെസ്റ്റുമാണ്. അതിൽ ഗ്യാറ്റ് 2 മണിക്കൂറും ക്യാറ്റ് ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റ് 3 മണിക്കൂറുമാണ് ഉണ്ടാവുക. NID പോലെ തന്നെ ഇതും 2 ഫേസ് ആയിട്ട് വരാറുണ്ട്. അതായത് ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും. ഫസ്റ്റ് ഫേസിലാണ് ഗ്യാറ്റും ക്യാറ്റും ഉണ്ടാകുക. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് സിറ്റുവേഷൻ ടെസ്റ്റാണ്. അവിടെ മോഡൽ മേക്കിംഗ് പോലെയുള്ള മറ്റു കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. സാർ, ഈ 2026 നിഫ്റ്റ് എക്സാമിൽ ക്യാറ്റ് സെഷനിൽ എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്? നിഫ്റ്റിലും നോർമലി നമ്മൾ NIDയിലൊക്കെ പറയുന്ന പോലെ തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈ ഒരു വർഷം ചോദിച്ചിരുന്ന ഒരു 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഒന്ന് ഒരു സീൻ ഡ്രോയിങ് ഉണ്ടായിരുന്നു, കളേഴ്സ് ഉപയോഗിച്ച് ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 2D ഷേപ്പുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോഡക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു 3 എക്സാംസ് ആണ്, അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ പ്രാവശ്യത്തെ നിഫ്റ്റ് എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം സാർ, ഇപ്പോൾ UCD, NID അതുപോലെ തന്നെ നിഫ്റ്റ് എൻട്രൻസ് എക്സാമുകളിൽ ഡ്രോയിങ് സെഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മുടെ ഈ ലാസ്റ്റ് ഇയറിൽ ഈ ഡിസൈൻ ആൻഡ് ആർക്കിടെക്ചർ എൻട്രൻസ് എക്സാമുകളിൽ ബ്രില്യൻറ്റിൽ ഒരുപാട് സ്റ്റുഡൻസ് നല്ല ടോപ്പ് റാങ്കുകൾ, അത് എസ്പെഷ്യലി ഡ്രോയിങ്ങിന് ഒരുപാട് നല്ല മാർക്ക് വാങ്ങിച്ച കുട്ടികളുണ്ടായിരുന്നു. ഓക്കെ, അപ്പം 2027 നമ്മുടെ BArch ആൻഡ് ഡിസൈനിങ് റിപ്പീറ്റേഴ്സ് കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബ്രില്യൻറ്റ് ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെ പരിശീലനമായിരിക്കും പ്രൊവൈഡ് ചെയ്യുക? പ്രധാനമായിട്ടും എല്ലാവർക്കും ആദ്യം ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ടെൻഷൻ എന്നൊക്കെ പറയുന്നത്, ഇത്രയും നേരം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഡ്രോയിങ്ങിനെ കുറിച്ച് മാത്രം, അല്ലെങ്കിൽ ഡ്രോയിങ്ങിൻ്റെ കാറ്റഗറീസ്, എന്തൊക്കെ തരത്തിലുള്ള ഡ്രോയിങ് ആൻഡ് ഡിസൈൻ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. സോ ഇത് കാണുന്ന ആളുകൾ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്ന ഡിസൈൻ ഫീൽഡിനോട് താല്പര്യമുള്ള കുട്ടികൾ, ഇവർക്കൊക്കെ ഉണ്ടാകാവുന്ന ആദ്യത്തെ ഒരു ഡൗട്ടായിരിക്കും, ഒരുപാട് ഭംഗിയായിട്ട് വരയ്ക്കാൻ ഓൾറെഡി അറിയാവുന്നവരാണോ, അല്ലെങ്കിൽ കുട്ടിക്കാലം മുതൽ ഡ്രോയിങ് ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമാണോ
ഈ ഒരു ഡിസൈൻ ഫീൽഡിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റുക, ഈ എക്സാംസ് ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാനായിട്ട് പറ്റുക എന്നൊരു ഡൗട്ട് എല്ലാവർക്കും തന്നെ ഉണ്ടാവും. പ്രധാനമായിട്ടും നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് എല്ലാവർക്കും ഓക്കെ ആയിട്ടുള്ളൊരു ഒരു 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 മോഡലാണ്. എല്ലാവർക്കും ഓക്കെ ആയിട്ടുള്ള, അതായത് ആദ്യത്തെ ഒരു ഡോട്ട് നമ്മൾ എങ്ങനെയാണ് ഇടുന്നത്, അത് ഏത് സ്പേസിലാണ് ഇടേണ്ടത്, ഏത് സ്പേസിലാണ് അറേഞ്ച് ചെയ്യേണ്ടത്, ദെൻ അതിനെ ഒരു ലൈനിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക, ദെൻ അതിനെ ഒരു ഷേപ്പിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക, ഇത്തരത്തിലുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതലാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മളിവിടെ ഫസ്റ്റ് ഫേസിനെയും സെക്കൻഡ് ഫേസിനെയും, അതായത് NIDയെയും നിഫ്റ്റിനെയും ബാലൻസ് ചെയ്യുന്ന ഫസ്റ്റ് ഫേസിനെയും സെക്കൻഡ് ഫേസിനെയും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ സെക്കൻഡ് ഫേസ് പ്ലാനിങ്ങുകളും ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ നടത്തി പോകുന്നുണ്ട്. ഫസ്റ്റ് ഫേസിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും കൂടുതൽ ദിവസങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും മന്ത്ലി ഒരു ദിവസമെങ്കിലും സെക്കൻഡ് ഫേസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ അതിനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോഡൽ മേക്കിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു വർക്കും നമ്മളിവിടെ ആഡ് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു കിറ്റ് നമ്മൾ തരുന്നതാണ്. ആ ഒരു കിറ്റിനുള്ളിൽ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഫസ്റ്റ് ഫേസിനും അതേപോലെ തന്നെ സെക്കൻഡ് ഫേസിനും നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും എല്ലാ മെറ്റീരിയൽസും ആ കിറ്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. മാത്രമല്ല നമുക്കിവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔട്ട്ഡോർ സെഷൻസ് ഉണ്ട്. ഔട്ട്ഡോർ സെഷൻസ് എന്ന് പറയുന്നതും പല കാര്യങ്ങൾ പല പർപ്പസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ ഔട്ട്ഡോർ പോകുന്നത് അവിടെ കാണുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ നോക്കി വരയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമല്ല, ഓരോ പ്രാവശ്യവും നോക്കി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ ഓരോ പർപ്പസ് ആയിരിക്കും, ഓരോ രീതിയിലായിരിക്കും, ഓരോ എയിം വെച്ചിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങളെ വരച്ചു പോകുന്നത്. അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔട്ട്ഡോർ സെഷൻസും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ക്ലാസ്സിൽ ഇതുവരെ ഉണ്ടായിരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നതാണ്. പിന്നെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. സോ റെഗുലറായിട്ട് നമുക്ക് വരുന്ന മോക്ക് ടെസ്റ്റുകൾ, അതിനകത്ത് വന്നിരിക്കുന്ന അതിനകത്ത് ആഡ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മോഡൽ ക്വസ്റ്റ്യൻസും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഡ്രോയിങ്ങിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന സമയങ്ങളിൽ പ്രാക്ടിക്കലായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊന്നും നിങ്ങൾ പേടിക്കുകയേ വേണ്ട. നിങ്ങളെപ്പോലുള്ള ഒരുപാട് കുട്ടികളെ അവരുടെ ഡ്രീം കോളേജുകളിലേക്ക് ഒരുപാട് പ്രാവശ്യം കയറ്റി വിട്ട എക്സ്പീരിയൻസ് ഞങ്ങൾക്കുണ്ട്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടേക്ക് പോരാം. അപ്പം ഇതുപോലുള്ള എൻട്രൻസ് എക്സാമുകളിൽ നമ്മുടെ ഡ്രോയിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ സാർ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2027 VR ആൻഡ് ബി ഡിസൈനിങ് റിപ്പീറ്റേഴ്സ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂടെ ഈ ഇന്റർവ്യൂവിന് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന സച്ചിൻ സാറിന് വൺസ് അഗെയിൻ താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.